വഖഫ് വിഷയത്തിൽ രണ്ടഭിപ്രായം വേണ്ട. വഖഫ് വിഷയത്തില് രണ്ടഭിപ്രായമേ ഇല്ല. വഖഫാണെന്ന് തുറന്ന് പറയാനും പേടിക്കണ്ട. കാരണം അതിന്റെ രേഖകൾ മുഴുവൻ തുറന്നു കിടക്കുക, കോടതി വിധികൾ തുറന്നു കിടക്കുകയാണ്. ചെറിയ കോടതി മുതൽ വലിയ കോടതി മുതൽ നിയമങ്ങൾ തുറന്നു കിടക്കുക. അത് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനി പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല. ഇവിടുത്തെ ക്രിസ്ത്യാനി ഭൂരിപക്ഷത്തിന് അത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവർക്ക് പ്രശ്നം പാവപ്പെട്ട അവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ കുടിയൊഴിപ്പിക്കരുത് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ നമ്മളെല്ലാവരും ഒന്നല്ലേ? അക്കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? യഥാർത്ഥത്തിൽ അവരെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നാൽ, നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ അവിടെ തന്നെ കുടിയിരുത്തിയാൽ നാളെ ഇതുപോലൊരു കേസ് പോയാൽ വീണ്ടും അവർ കുടിയൊഴിപ്പിച്ചേക്കാം. അതുകൊണ്ട് അവരെ ഏറ്റവും മികച്ച സ്ഥലത്തേക്ക് പുനരധിവസിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം എന്നേക്കുമായി അവർക്ക് അലോസരങ്ങളില്ലാതെ ഉറങ്ങാൻ കഴിയണം. അവിടെ തന്നെ കുടിയിരുത്തിയാൽ നാളെ വഖഫിന്റെ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് അവരൊരുപക്ഷെ അവരുടെ നേരെ വീണ്ടും നിയമത്തിന്റെ കരങ്ങൾ നീണ്ടുവരുമെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ഗവൺമെന്റ് ചെയ്യണം. അതിനാവശ്യമായ ചെലവ് അവരുടെ കൈവശത്ത് നിന്ന് പണം വാങ്ങി അവർക്ക് സ്ഥലം വിട്ടുകൊടുത്ത ഫാറൂഖ് കോളേജിന്റെ മുസ്ലിം മാനേജ്മെന്റിൽ നിന്ന് ഈടാക്കണം. മുസ്ലിം മാനേജ്മെന്റിൽ നിന്ന്, ഹിന്ദുവിൽ നിന്നല്ല, ക്രിസ്ത്യാനിയിൽ നിന്നല്ല, മുസ്ലിമീങ്ങളിൽ നിന്ന് ഈടാക്കി ആ പാവങ്ങൾക്ക് നഷ്ടപരിഹാരം ചെയ്യണം. ഇതിനകത്ത് വല്ല വർഗീയത ഉണ്ടോ? ഇത് പറയാൻ ആരെ പേടിക്കണ്ടേ? നമ്മളെന്താ വർഗീയത പറയുന്നത്? വഖഫ് വഖഫാണ്. ആ വഖഫ് നമ്മൾ ഇനിയിപ്പോ അങ്ങ് വിട്ടുകൊടുത്താലും ശരി, നാളെ ഒരാൾ കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ പാവത്തുങ്ങളുടെ ജീവിതം വീണ്ടും വഴിമുട്ടും, ഇടപാടുകൾ നടത്താൻ പറ്റില്ല. ആ ഒരു സാഹചര്യം വേണ്ട. അവരവിടെ നിലനിൽക്കുന്നത് മാത്രമാണ് അഭികാമ്യമെങ്കിൽ അവരവിടെ നിലനിർത്തിക്കൊണ്ട് അതിനും വേണ്ടി വന്ന പഴുതുണ്ട്, അതിന് വേറെ പോംവഴികൾ കണ്ടെത്താൻ കഴിയും. ഇനി അതല്ല, അവർക്ക് ഏറ്റവും ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ഉചിതമായ മറ്റൊരു സ്ഥലം കണ്ടെത്തലാണെങ്കിൽ അത് കണ്ടെത്തി പ്രശ്നം പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഈ രാജ്യത്ത് ഒരു മുസ്ലിം സംഘടനയും എതിരില്ലെന്നിരിക്കെ ചില ആളുകൾ വഖഫാണോ, വഖഫല്ലേ, വഖഫാണെന്ന് ഞാൻ പറയുമോ, ഞാൻ പറയൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഈ പ്രശ്നത്തെ ആവശ്യമില്ലാതെ വഷളാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. വഖഫ് തന്നെയാണ്, എന്നാലും ആ പാവപ്പെട്ട ജനങ്ങളെ വഴിയാധാരമാക്കരുത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. അത് മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ അന്തസ്സുള്ള നിലപാടാണ്. അതുകൊണ്ട് വഖഫാണെന്ന് പറയാൻ ഒട്ടും പേടിയില്ല. കാസ പറഞ്ഞ പേടിക്കാൻ പോയാൽ ഈ രാജ്യത്ത് വല്ലതും നടക്കുവോ? അതുപോലെ തന്നെ പൂസം പറഞ്ഞ പേടിക്കാൻ പോയാൽ രാജ്യത്ത് വല്ലതും നടക്കുവോ? കുറെ വർഗീയവാദികളായ അച്ഛന്മാർ പറഞ്ഞ പേടിക്കാൻ പോയാൽ, പേടിക്കാനാണ് RSSനെ പേടിക്കാൻ പാടില്ല. RSS നമ്മൾ ഇക്കാലമായിട്ട് പേടിക്കുന്നില്ല. പിന്നെ ഈ മുക്കാക്കോടിയും കൂടെ അവരെല്ലാവരും കൂടെ ചേരും, നമുക്കറിയാം. അങ്ങോട്ട് ചേർന്നിട്ട് ഞങ്ങളിത് RSSന്റെ ഊരെ ചാരിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ പേടിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെ പേടിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. RSSനെ നമ്മൾ പേടിക്കുന്നില്ല. RSSനോട് നമ്മൾ നേർക്ക് നേരെ നിയമ പോരാട്ടങ്ങളിലൂടെ നേർക്ക് നേരെ നിൽക്കുകയാണ് നമ്മൾ RSSനോട്. ഫാസിസ്റ്റുകളെ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല ഈ രാജ്യത്തിന്റെ മതേതരത്വം അട്ടിമറിക്കാനെന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മളോട് ഒരു ചെറിയ സംഘവും കൂടെ അങ്ങോട്ട് ചേർന്നിട്ട് ഞങ്ങളെ മൂക്കെ വരിക്കും എന്ന് പറയുന്നതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.